ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പൈത്തണിൻ്റെ പുതിയൊരു ഐഡിയയാണ് പരിചയപ്പെടാൻ പോകുന്നത്. പൈച്ചാം എന്നുള്ള ഐഡിയയെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ മൊഡ്യൂളിൽ നമ്മൾ പൈച്ചാമിൽ എങ്ങനെ പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം, അതേപോലെ ഇതിനകത്തൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വിധം എങ്ങനെയാണ്, റൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഓൾറെഡി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്, അതേപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് പൈച്ചാം ഡൗൺലോഡ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ ഒരു പ്രൊജക്റ്റ് എങ്ങനെ റൺ ചെയ്യാം എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ പി സിയിൽ ഓൾറെഡി പൈച്ചാം ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുന്ന ഇൻസ്റ്റാളേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ VMwareൻ്റെ ഒരു വിർച്വൽ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്കത് കാണിച്ചു തരുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, വിർച്വൽ മെഷീൻ ഓപ്പൺ ചെയ്യാം. വിർച്വൽ മെഷീൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ആ ബ്രൗസർ, നിങ്ങളുടെ ഏത് ബ്രൗസറാണോ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിനകത്ത് ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, പൈച്ചാം ഡൗൺലോഡ്, പൈച്ചാം ഡൗൺലോഡ്. കാണുന്ന ലിങ്ക്, ഫസ്റ്റ് ലിങ്ക് jetbrains.com പൈച്ചാം ഡൗൺലോഡ്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലോഡ് ആവുന്നുണ്ട്. ഇനി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് പ്രൊഫഷണൽ, ഒന്ന് കമ്മ്യൂണിറ്റി. പ്രൊഫഷണൽ എന്ന് പറയുന്ന ലൈസൻസ്ഡ് വേർഷൻ ആണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കമ്മ്യൂണിറ്റി വേർഷൻ തന്നെ ഇനഫ് ആണ് നമ്മുടെ പർപ്പസിന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റി വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ഡൗൺലോഡ്, ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ, വൺസ് ഇത് ഡൗൺലോഡ് ആയ എല്ലാ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യുന്നതാണെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. യെസ്, ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. സെയിം ഡിഫോൾട്ട് ലൊക്കേഷൻ കീപ്പ് ചെയ്യുക. ഒരു ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് 64 ബിറ്റ് അതും, പിന്നെ ക്രിയേറ്റ് അസോസിയേഷൻസ് ടിക്ക് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യാം, ബാക്കി ഡിഫോൾട്ടായിട്ട് കീപ്പ് ചെയ്തിരുന്നാൽ മതി. നെക്സ്റ്റ്, ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം എടുക്കും, ഒരു മേ ബി 5 മിനിറ്റ്സ് മാക്സിമം അത്ര എടുക്കത്തുള്ളൂ. അതിനുള്ളിൽ ഇത് ഇൻസ്റ്റാൾ ആവും, കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതൊരു, ഈ ഫയൽ എന്ന് പറയുന്നത് ഏകദേശം 267 MB ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണൊക്കെ ഉള്ളൂ, ഈസിയാണ്, ടാസ്ക് ഈസിയാണ്. വൺസ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, നമുക്ക് അത് ഓപ്പൺ ചെയ്ത് എങ്ങനെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് വെയിറ്റ് ഫോർ 2 more minutes. അത് ഇൻസ്റ്റാൾ ആവട്ടെ, ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഇപ്പം ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിർച്വൽ എൻവയോൺമെന്റ്സിനെ പറ്റി പഠിച്ചിരുന്നു. അപ്പോൾ ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രൊജക്റ്റിനും ഒരു വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് ബെറ്റർ ആയിരിക്കും. കാരണം മറ്റ് പ്രൊജക്ട്സുകളെയോ നിങ്ങളുടെ ബേസ് കോൺഫിഗറേഷൻ, ബേസ് പൈതണെ അത് അഫക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്ട്സ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഓരോ പ്രൊജക്റ്റിനും ഓരോ വിർച്വൽ എൻവയോൺമെന്റ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്നത് അങ്ങനെ ഒരു ടെക്നിക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. അപ്പം ഇവിടുത്തെ കേസിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദാറ്റ് നമുക്ക് നോക്കാം. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു എന്ന് നോക്കാം. ഇൻസ്റ്റാൾ ആയി, റൺ പൈച്ചാം കമ്മ്യൂണിറ്റി എഡിഷൻ ഫിനിഷ് ചെയ്യുക. ഇനിഷ്യലി അത് ഫസ്റ്റ് ടൈം റൺ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടാസ്ക് ഉണ്ട്. അല്ലാതെ യൂഷ്വലി റൺ ചെയ്യുമ്പോൾ നോർമൽ ഓപ്പൺ ആയി വരും ആപ്ലിക്കേഷൻ. നമുക്ക് ഫസ്റ്റ് ടൈം റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഡു നോട്ട് ഇമ്പോർട്ട് എനിത്തിങ്. അത് നേരത്തെ പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെറ്റിംഗ്സ് വരത്തുള്ളൂ എന്ന് തോന്നുന്നു. അതർവൈസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ പേജിലായിരിക്കും മിക്കവാറും വരാൻ സാധ്യത. അല്ലെ എഗ്രിമെന്റ്, അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേണം, അത് എഗ്രി ചെയ്യണം. അത് എഗ്രി ചെയ്തതിന് ശേഷം ഇവിടെ വരും. നിങ്ങൾക്ക് എന്താ ചെയ്യാം, ലൈറ്റോ തീം ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം എടുക്കുക. ഞാനിപ്പോൾ ലൈറ്റ് തീം യൂസ് ചെയ്യുകയാണ്. സ്റ്റാർട്ട് യൂസിങ് പൈച്ചാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ, ഈ കിട്ടൊക്കെ ലാംഗ്വേജ് സപ്പോർട്ടും മറ്റുമൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, ജസ്റ്റ് ഡിഫോൾട്ട് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് യൂസിങ് പൈച്ചാം ക്ലിക്ക് ചെയ്യുക. പൈച്ചാം ഓപ്പൺ ആയി വരും. അപ്പോൾ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഫസ്റ്റ് തിങ് ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓപ്ഷൻസ് തരും നമുക്ക്. ക്രിയേറ്റ് ന്യൂ പ്രൊജക്ട്, അല്ലെങ്കിൽ ഓപ്പൺ ഒരു എക്സിസ്റ്റിംഗ് പ്രൊജക്ട് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. ഗെറ്റ് ഫ്രം വേർഷൻ കൺട്രോൾ, അത് ഗിറ്റ് ഹബോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റത്തിൽ നിന്ന് ഗെറ്റ് ചെയ്യുന്നതിനെ പറ്റും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് ആണ്. ബിഫോർ ദാറ്റ്
ലെറ്റ് മീ ഡു വൺ തിങ്. ഞാൻ ഈ വിർച്വൽ മെഷീൻ ക്ലോസ് ചെയ്യാണ്. ഓൾറെഡി എൻ്റെ പി സിയിലുള്ള പൈച്ചാം വേർഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് തരാം. ജസ്റ്റ് പൈച്ചാം ഓപ്പൺ ചെയ്യുക. സെയിം തിങ്, പൈച്ചാം ഈസ് ഓപ്പണിങ്. ഫസ്റ്റ് തിങ് നമുക്ക് കിട്ടുന്ന എന്താണ്, ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്നുള്ള പേജ് കിട്ടും. അവിടെ നിങ്ങൾ ഇതുവരെ പ്രൊജക്ട്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ന്യൂ പ്രൊജക്ട്. ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഓൾറെഡി ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ആണ് ഓപ്പൺ ആയി വരും. അതർവൈസ് ക്രിയേറ്റ് ന്യൂ പ്രൊജക്ട്. അപ്പോൾ നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് ഈ പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനിപ്പം ഇവിടെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് എനിക്കൊരു ലൊക്കേഷൻ ഉണ്ട്. ട്യൂട്ടോറിയൽ, അതിനകത്ത് പൈത്തൺ എന്നൊരു ലൊക്കേഷൻ ഉണ്ട്. ഈ പൈത്തണകത്ത് ഞാൻ ജസ്റ്റ് ഒരു ഫോൾഡറും കൂടെ ആഡ് ചെയ്യുകയാണ്. ന്യൂ ഫോൾഡർ, എക്സാമ്പിൾ എന്നൊരു ഫോൾഡർ ഞാൻ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്ത് ഇനി നെക്സ്റ്റ് ഓപ്ഷൻ കണ്ടോ, ഇവിടെ വന്നിരിക്കുന്നത് ന്യൂ എൻവയോൺമെന്റ് യൂസിങ് വിർച്വൽ എൻവയോൺമെന്റ് അതർവൈസ് എക്സിസ്റ്റിംഗ് ഇന്റർപ്രിറ്റർ. ഇപ്പോൾ ന്യൂ എൻവയോൺമെന്റ് ജസ്റ്റ് നിങ്ങൾ ഇതെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്ത്, ഇപ്പോൾ കോണ്ടോ യൂസ് ചെയ്തോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ പുതിയ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇത്രയും വേർഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അതർവൈസ് നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു എൻവയോൺമെന്റ് ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ചൂസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു എക്സിസ്റ്റിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. വിർച്വൽ എൻവയോൺമെന്റ് കോണ്ടോ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് കോണ്ടോ ക്രിയേറ്റ്. ഇപ്പം ഞാൻ ഒരു എൻവയോൺമെന്റിന് നെയിം കൊടുക്കുകയാണ്. എക്സാമ്പിൾ എന്നൊരു എൻവയോൺമെന്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പൈതൺ വേർഷൻ എന്ന് പറയുന്നത് പൈതൺ ഈസ് ഈക്വൽ ടു 3.5. അപ്പം കോണ്ടോ ക്രിയേറ്റ് ഐഫൻ നെയിം ആൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആ വിർച്വൽ എൻവയോൺമെന്റ് നെയിം ആണ്. എന്നിട്ട് പൈതൺ ഈക്വൽ ടു 3.5. ഇത് ഓപ്ഷണൽ ആണ്, പൈതൺ ഈക്വൽ ടു 3. അപ്പോൾ 3.5 കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിഫോൾട്ട് വേർഷൻ ആയിട്ട് ആ പ്രൊജക്റ്റിന്റെ വേർഷൻ പൈതൺ 3.5 ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് എക്സിസ്റ്റിംഗ് എൻവയോൺമെന്റ്. അങ്ങനെ ഒരു എൻവയോൺമെന്റ് ഓൾറെഡി ഉണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ എക്സിസ്റ്റിംഗ് റിമൂവ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ തുടരാൻ അനുവദിക്കാം. എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല, ഇത് കണക്ക് വരും. ഓപ്ഷൻ പ്രൊസീഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഇത്രയും പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പറഞ്ഞു വരും. അപ്പം പ്രൊസീഡ് ചെയ്യുക, യെസ്, ഇൻസ്റ്റാൾ ചെയ്യുക പാക്കേജസ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വേണമെങ്കിൽ നേരത്തെ ക്രിയേറ്റഡ് ആയിട്ടുള്ള വിർച്വൽ എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. കോണ്ടോ ആക്ടിവേറ്റ് എക്സാമ്പിൾ. അപ്പോൾ ആ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ആയി. നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പൈത്തൺ വേർഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ 3.5.6. അപ്പോൾ എൻവയോൺമെന്റ് ക്രിയേറ്റ് ആയി. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ എൻവയോൺമെന്റ് ആഡ് ചെയ്യാൻ നോക്കാം. എക്സിസ്റ്റിംഗ് ഇന്റർപ്രിറ്റർ യൂസ് ചെയ്തിട്ട് ഇവിടെ അത് സെലക്റ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പം എക്സാമ്പിൾ സെലക്റ്റഡ് ആയി, ഇൻ കേസ് സെലക്റ്റഡ് അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, കോണ്ടോ എൻവയോൺമെന്റ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഇവിടെ നമുക്ക് വന്നിട്ട് ഇപ്പം ഇവിടെ സാമ്പിൾ വന്നിട്ടുണ്ട്. അതേപോലെ എൻവയോൺമെന്റ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ പെർട്ടിക്കുലർ ഇന്റർപ്രിറ്റർ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് ഗീവ് മീ എ മിനിറ്റ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത എൻവയോൺമെന്റ് ആയതുകൊണ്ട് അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഡിഫോൾട്ട് പാത്ത് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ അനക്കൗണ്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ID അനക്കൗണ്ട്, അതിനകത്ത് ENVs എന്നൊരു ഫോൾഡർ കാണും. ഓക്കെ, ഇവിടെയാണ് ഞാൻ എൻ്റെ ഇന്റർപ്രിറ്റേഴ്സ് ഉള്ളത്. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇതിനകത്ത് പൈത്തൺ എക്സിക്യൂട്ടബിൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ലൊക്കേഷനാണ്. മോസ്റ്റ് കേസിൽ നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ എൻവയോൺമെന്റ് കാണിക്കുക. അപ്പോൾ അതേ സെലക്ട് ചെയ്താൽ, അതർവൈസ് നിങ്ങൾ ആ പെർട്ടിക്കുലർ വിർച്വൽ എൻവയോൺമെന്റ് എവിടെയാണോ ആ ലൊക്കേഷനിൽ നിന്ന് ആ python.exe സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ എൻവയോൺമെന്റ് ഇവിടെ ഓപ്പൺ ആയി വരും. ക്ലിക്ക് ഓക്കെ. അത് കഴിയുമ്പോഴത്തേക്ക് എൻവയോൺമെന്റ് സെലക്ട് ആയി. ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ. ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ഇതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, എൻവയോൺമെന്റ് ന്യൂ എൻവയോൺമെന്റ് യൂസിങ് ഏത് മെത്തേഡ് യൂസ് ചെയ്ത് പുതിയൊരു എൻവയോൺമെന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പം അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എക്സിസ്റ്റിംഗ് യൂസ് ചെയ്യുകയാണ്. ക്ലിക്ക് ഓൺ ക്രിയേറ്റ്. അപ്പോൾ ആ കംപ്ലീറ്റ് പ്രൊജക്റ്റ് ലോഡായി. ആ പെർട്ടിക്കുലർ ഫോൾഡർ ഇപ്പം ഞാൻ ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആ ഫോൾഡർ ലോഡായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോൾഡർ ഇവിടെ ലോഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് തന്നെ ഈ പ്രൊജക്റ്റിനകത്ത് തന്നെ ഇവിടെ ഈ പ്രൊജക്റ്റ് യൂസ് ചെയ്യുന്ന വേർഷൻ ഉണ്ട്, 3.5 ആണ് യൂസ് ചെയ്യുന്നത്. എൻവയോൺമെന്റ് എക്സാമ്പിൾ 2. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു പുതിയ ഹലോ വേൾഡ് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ഓൺ ന്യൂ, പൈത്തൺ ഫയൽ തന്നെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ hello.py എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയി, ഈ ഫോൾഡറിന് അണ്ടറിൽ ക്രിയേറ്റ് ആയി. ഓക്കെ, ജസ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യാം. ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നു. സേവ് ചെയ്യുക. പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇപ്പം നമുക്ക് രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എക്സാമ്പിൾ ആ പെർട്ടിക്കുലർ ഫോൾഡറിൽ പോയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. ആ ലൊക്കേഷനിലുള്ള കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ എക്സാമ്പിൾ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മുടെ ആക്ടിവേറ്റ് എക്സാമ്പിൾ ആ വിർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് പൈത്തൺ
ഫയൽ നെയിം എന്താണ്? hello.py. റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം റൺ ആവും. കണ്ടോ? അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ CMD യൂസ് ചെയ്ത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. അതർവൈസ് അതർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈഷാമിനകത്ത് തന്നെ ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ബോട്ടം നോക്കി കഴിഞ്ഞാൽ ഒരു ടെർമിനൽ കാണും. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ ഈ സൈഡിലായിരിക്കും, റൈറ്റ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ ടെർമിനൽ എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ എൻവയോൺമെന്റ്, വിർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റഡ് ആയിട്ട് ഒരു കൺസോൾ കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് തന്നെ ഇത് നിങ്ങൾക്ക് റൺ ചെയ്യാവുന്നതേ ഉള്ളൂ. hello.py റൺ ചെയ്ത ഔട്ട്പുട്ട്. അപ്പോൾ ഈ സെയിം ഇന്റർഫേസിൽ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് പൈഷാമിൻ്റെ ഗുണം. നിങ്ങൾക്ക് പൈഷാം തന്നെ യൂസ് ചെയ്താൽ മതി. പൈഷാം യൂസ് ചെയ്ത് പ്രോഗ്രാംസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ, ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് പൈഷാമാണ്. പൈഷാം നല്ലൊരു ഐഡിയയാണ് യൂസ് ചെയ്യാൻ പൈത്തണിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഹലോ വേൾഡ് പ്രോഗ്രാം ചെയ്തു, ഒരു പ്രോഗ്രാം ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇൻ കേസ് നിങ്ങൾക്ക് ലേറ്റർ ഈ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യണം എന്നിരിക്കട്ടെ, ഇപ്പം യൂസ് ചെയ്യുന്ന ഈ പൈത്തൺ 3.5 എൻവയോൺമെന്റ് വിർച്വൽ എൻവയോൺമെന്റ് അല്ല മറ്റേതെങ്കിലും എൻവയോൺമെന്റ് സെലക്ട് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഒരു പുതിയ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിത് ഡീആക്ടിവേറ്റ് ചെയ്യാം. ഡീആക്ടിവേറ്റ് ആയി. ഞാൻ പുതിയൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ക്രിയേറ്റ് നെയിം ഒരു ന്യൂ env എന്നൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഡിഫോൾട്ട് പൈത്തണിൽ നിന്ന് യൂസ് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യാന്നിരിക്കട്ടെ. യെസ്, ആക്ടിവേറ്റ് ന്യൂ env. ഇപ്പം ആക്ടിവേറ്റ് ആയി. നമുക്ക് പൈത്തൺ വേർഷൻ ഏതാണെന്ന് നോക്കാം. 3.8.2. അപ്പോൾ 3.8.2 യൂസ് ചെയ്ത് ഒരു പുതിയ എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്ത് പുതിയൊരു എൻവയോൺമെന്റ് ആക്കണം എന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ക്ലിക്ക് ഓൺ ഫയൽ, എന്നിട്ട് സെറ്റിംഗ്സിൽ പോവുക. ഷോർട്ട് കീ Ctrl+Alt+S ആണ്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കുറേ മെനു ഐറ്റംസ് കിട്ടും. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിലെ കുറേ ഈ മെനു ഐറ്റംസിനകത്ത് പ്രൊജക്ട് എന്നൊരു ടാബ് കാണും. ആ പ്രൊജക്ട് ടാബിൽ ക്ലിക്ക് ചെയ്താൽ പ്രൊജക്ട് സ്ട്രക്ചർ, പ്രൊജക്ട് പൈത്തൺ ഇന്റർപ്രിറ്റർ എന്ന് കാണും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, പൈത്തൺ ഇന്റർപ്രിറ്റർ സെലക്ട് ചെയ്യുക. അതിനകത്ത് ഇപ്പം സെലക്റ്റഡ് ആയിട്ടുള്ള ഇന്റർപ്രിറ്റർ പറഞ്ഞിട്ടുണ്ട് പൈത്തൺ 3.5. ഈ പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്നാണ് അത് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വേണമെങ്കിൽ ജസ്റ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പം ഇവിടെ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തതില്ല. അപ്പം ഷോൾ കൊടുക്കുക. ഷോളിനകത്തും ഡിസ്പ്ലേ ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ഓൺ പ്ലസ്, അതിനകത്ത് കോണ്ട എൻവയോൺമെന്റ്, ഓക്കെ, എക്സിസ്റ്റിംഗ് എൻവയോൺമെന്റ്, സാമ്പിൾ env അല്ല, ന്യൂ വന്നിട്ടില്ല. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഹിയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ എൻവയോൺമെന്റ്സിനകത്ത് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ എൻവയോൺമെന്റ് നോക്കുക, അത് സെലക്ട് ചെയ്യുക. അപ്പം ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇവിടെ ആ ബേസ് പൈത്തൺ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, ബേസ് പൈത്തൺ. അതുകൊണ്ട് ഈ എൻവയോൺമെന്റിനകത്ത് പൈത്തൺ ഇപ്പം 3.8.2 നമ്മുടെ ബേസ് വേർഷൻ എന്താണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, ആ എൻവയോൺമെന്റ് ആണ് അതിനകത്ത് കിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ എൻവയോൺമെന്റ് ആഡ് ചെയ്താൽ ആ പൈത്തൺ വേർഷൻ അത് തന്നെ റൺ ആവത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പൈത്തൺ ഫയൽസ് ഒന്നുമില്ല, ആ ബേസ് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾ ഒരു പുതിയ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ സാമ്പിൾ എൻവയോൺമെന്റ് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തതാണ്. എന്ത് ചെയ്താൽ മതി, സാമ്പിൾ എൻവയോൺമെന്റ് കണക്ട് ചെയ്യുക. അപ്പം അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ബേസ് പൈത്തൺ തന്നെ ആ ലൊക്കേഷനിലോട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് ഫയൽസ് ഇല്ലാത്തത്. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പം മറ്റേതെങ്കിലും എൻവയോൺമെന്റ് ചൂസ് ചെയ്താൽ, ഇപ്പോൾ ഏതെങ്കിലും വേർഷൻ പൈത്തൺ ചൂസ് ചെയ്താൽ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ഓപ്ഷൻ. ഓക്കെ, ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പുതിയൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, ഏത് വേർഷൻ വേണം എന്ന് പറഞ്ഞു കൊടുക്കാം. കൊണ്ട എൻവയോൺമെന്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെ വിർച്വൽ യൂസ് ചെയ്ത സിസ്റ്റം ഇന്റർപ്രിറ്റർ ആണെങ്കിൽ ആ ബേസ് ഏതാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓരോ ഇന്റർപ്രിറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ. ഇപ്പം ഞാനിപ്പോൾ കോണ്ട യൂസ് ചെയ്തിട്ടുള്ള എൻവയോൺമെന്റ് തന്നെ, ഇപ്പോൾ എൻവയോൺമെന്റ് എക്സാമ്പിൾ ലൊക്കേഷൻ എക്സാമ്പിൾ പകരം ഞാൻ envs ഓക്കെ കൊടുക്കുന്നു. ന്യൂ എൻവയോൺമെന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡയറക്ടറി is not empty. Okay, new folder sample2. ഓക്കെ, ക്ലിക്ക് ഓക്കെ.
അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഈ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഇനി നടക്കാൻ പോകുന്നത്, ക്രിയേറ്റിംഗ് കോണ്ടർ എൻവയോൺമെൻറ്റ്. ഇപ്പോൾ എന്ത് പറ്റും, ന്യൂ കൊടുത്താൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്യാം. രണ്ട് ഓപ്ഷനും ഇതിനകത്ത് ഇത് ത്രൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഒരു എൻവയോൺമെൻറ്റ് കണക്ട് ചെയ്തെന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ സാമ്പിൾ 2 എന്നുള്ള എൻവയോൺമെൻറ്റ് ആയി ക്ലിക്ക് ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ ഇവിടെ ഇത് വന്നില്ല, ഡിഫോൾട്ടായിട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡീആക്ടിവേറ്റ് കോണ്ടാ ഡീആക്ടിവേറ്റ് കൊടുക്കുക. ശേഷം എക്സാമ്പിൾ പോയി കഴിഞ്ഞാൽ ടേക്കിംഗ് ടൈം ഓക്കെ, ഡീആക്ടിവേറ്റ് ആയി. ഇനി എന്ത് ചെയ്താൽ മതി, കോണ്ടാ ആക്ടിവേറ്റ് സാമ്പിൾ 2 എന്നൊരു എൻവയോൺമെൻറ്റ് അല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ആയി. നമ്മൾ പൈത്തൺ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൺ വേർഷൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2.7.18. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഈ എൻവയോൺമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് എക്സിക്യൂട്ട് ചെയ്യാം, ഹലോ വേൾഡ്, ഹലോ പ്രോഗ്രാം നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം പല എൻവയോൺമെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ സെയിം പ്രോജക്റ്റിനകത്ത് കണക്ട് ചെയ്യാം. ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ഒരു പ്രോജക്റ്റ് ടെസ്റ്റ് ചെയ്യണം, പല വേർഷൻസിനകത്ത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പഴയ എൻവയോൺമെൻറ്റ് 2.7 എൻവയോൺമെൻറ്റ് 3യുടെ എൻവയോൺമെൻറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്ത ടോപ്പിക് ഇത്രയാണ്. ഡൗൺലോഡ് പൈച്ചാം, ഇൻസ്റ്റാൾ പൈച്ചാം, അതേപോലെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു പ്രൊജക്റ്റ് റൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതേപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ഞാൻ ഇനിയും വീഡിയോസ് ആഡ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കൂടുതൽ ടോപ്പിക്സുമായിട്ട്. താങ്ക് യു.